അനുസരിച്ച് അയാളുടെ ഇളയ മകനും ഭാര്യയും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും മൂത്ത മകനും ഭാര്യയും അങ്ങോട്ടേക്ക് വരും. അവരുടെ അമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ ഈ കോടിക്കണക്കിന് വരുന്ന ബിസിനസ് എല്ലാം തങ്ങളുടെ പേരിൽ എഴുതി തരുമെന്ന് കരുതി അച്ഛന്റെ മുൻപിൽ ഞങ്ങളാണ് കൂടുതൽ കേമനെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് ആൺമക്കളുടെയും ഭാര്യമാർ തങ്ങളുടെ ഭർത്താവാണ് കില്ലാടി, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ തള്ളൊക്കെ കേട്ട് ബോറടിക്കുമ്പോൾ തന്തപ്പടി അവരോട് ചോദിക്കും, തിരിയെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, അവൾ എന്താ വരാത്തതെന്ന്. എന്നാൽ അവളുടെ കാര്യം അച്ഛൻ അറിയാമല്ലോ. അച്ഛൻ വിളിച്ചെന്നും പറഞ്ഞെന്നും അവൾ വരാൻ പോകുന്നില്ല എന്ന് മൂത്ത ചേട്ടൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അച്ഛൻ ക്ഷണിച്ചതനുസരിച്ച് അങ്ങോട്ടേക്ക് എത്തും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ തന്റെ അച്ഛനെ വിഷ് ചെയ്യും. അപ്പോൾ അച്ഛൻ അവളോട് ചോദിക്കും, നീ വീട് വിട്ട് പോയിട്ട് 10 വർഷമായി, അതിനുശേഷമാണ് നീ ഇങ്ങോട്ട് വരുന്നതെന്ന്. അതൊക്കെ പോട്ടെ, നിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എല്ലാം നന്നായി പോകുന്നു എന്ന് പറഞ്ഞ് സിറി അവിടെ നിന്ന് പോകാനായി തിരിയുമ്പോഴേക്കും അച്ഛൻ അവളോട് പറയും, ഞാൻ എൻ്റെ ബിസിനസ്സുകളെല്ലാം